വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സായി. 1K സബ്സ്ക്രൈബേഴ്സായിട്ട് കുറച്ചധികം മാസങ്ങളായെങ്കിലും ഇന്നാണ് അതെനിക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ചെറിയൊരു കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പോൾ പിന്നെ കേക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് കട്ട് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു ഏത് അങ്ങനെ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ജേണലും കൂടെ ചെയ്തിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജേണൽ ബുക്കൊക്കെ എടുത്ത് ജേണൽ ചെയ്യാൻ വേണ്ടി പിൻട്രസ്റ്റിലെ ഇൻസ്പോ എല്ലാം നോക്കിയിട്ട് എൻ്റേതായ രീതിയിൽ ഇതുപോലെ ബോർഡറൊക്കെ കൊടുത്തു. പിൻട്രസ്റ്റിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള ജേണലാണ് ഞാൻ കണ്ടത്. ജസ്റ്റ് ഇതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ യൂട്യൂബിൻ്റെ ലോഗോയും കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഡേറ്റുമാണ് ഞാൻ കണ്ടത്. എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ട് ആ സൈഡിൽ ഇതുപോലെ ബലൂണും 1000ൻ്റെ മേളിലൊരു ക്യാപ്പൊക്കെ കൊടുത്ത് അതൊക്കെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിൻട്രസ്റ്റിൽ കണ്ട പോലെ യൂട്യൂബിൻ്റെ ലോഗോയൊക്കെ വരച്ച് അതൊക്കെ കളർ ചെയ്ത് കൊടുത്തു. അതേപോലെ താഴെ എന്നാണോ 1K സബ്സ്ക്രൈബേഴ്സ് ആയത് അതിൻ്റെ ഡേറ്റും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാസങ്ങളായി 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്, എന്നിട്ട് ഇപ്പോഴാണ് ജേണൽ ചെയ്യാൻ പറ്റിയത്. അതുപോലെ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്, നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു കോട്ടും കൂടെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക്. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. അടുത്ത പരിപാടി കേക്ക് ഉണ്ടാക്കുക എന്നതാണ്. ഓറിയോ വെച്ചുള്ള കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി സക്സസ് ആയതിൻ്റെ കോൺഫിഡൻസിലാണ് ഇപ്രാവശ്യം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓറിയോ ഇതുപോലെ ക്രീമും ബിസ്ക്കറ്റും കൂടെ വേർതിരിച്ചിട്ട് അതൊന്ന് പൊടിച്ച് പിന്നെ അതൊന്ന് പാലുപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുതിർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടെ ഇനോ പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു പാത്രത്തിൽ നെയ്യും കൂടെ തടവിയിട്ട് എല്ലാം അതിലൊന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ട് കുക്കറിൽ വെച്ച് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് എടുത്തത്. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് വരെ കറക്റ്റായിരുന്നു. അതിനുശേഷം കേക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നുണ്ടായിരുന്നില്ല. കാരണം നെയ്യ് തടവിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇളകി വന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്നാലും എനിക്ക് 1K സെലിബ്രേഷൻ പോലെ കേക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഹാഫായിട്ട് മുറിച്ച് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക.